നിങ്ങൾ ഓരോരുത്തരും രാവിലെ ഉണരുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അന്ന് എന്തെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാനുള്ള എന്തെങ്കിലും പാഠഭാഗത്തെ കുറിച്ചായിരിക്കും ആദ്യം ഓർമ്മ വരിക. ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത് അന്ന് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണമെന്നായിരിക്കും. ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന യുവാക്കൾ, യുവതികൾ എന്നിവരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുക അന്ന് അവർക്ക് ചെയ്യാനുള്ള ജോലികളെ കുറിച്ചായിരിക്കും. അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നതായിരിക്കാം. ഇത് എന്നെയും നിങ്ങളെയും പോലുള്ള ഒരു കൂട്ടം മനുഷ്യർ ചിന്തിക്കുന്ന രീതിയാണ്. അതായത് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാന്മാരായ ഒരു കൂട്ടം മനുഷ്യരാണ് ഞാനും നിങ്ങളും. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന പല യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധം മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ അവസ്ഥയെ പറ്റിയും നാം അറിയണം. ഇസ്രായേൽ, പാലസ്തീന പോലുള്ള യുദ്ധങ്ങൾ നേരിടുന്ന പല രാഷ്ട്രങ്ങളിലെയും ജനങ്ങൾ ഉണരുന്നത് വാർ 60-40, വാർ 60-39 എന്നിങ്ങനെയുള്ള യുദ്ധങ്ങളെ കുറിച്ച് ആലോചിച്ചാണ്. പലപ്പോഴും ഉറക്കത്തിൽ നിന്ന് കുഞ്ഞുമക്കൾ ഉണരുന്നത് പോലും സെക്യൂരിറ്റി അലാം കേട്ടുകൊണ്ടായിരിക്കും. ഉക്രൈൻ പോലുള്ള രാജ്യങ്ങളിൽ മൊബൈൽ ആപ്പ് സംവിധാനങ്ങളുണ്ട്. എയർ അലാം, അലാം മാപ്പ് പോലുള്ള മൊബൈൽ ആപ്പുകൾ തത്സമയ വ്യോമ ആക്രമണ മുന്നറിയിപ്പുകൾ നൽകുന്നു. ഇത് സാധാരണക്കാരുടെ മരണങ്ങൾ ഫലപ്രദമായി കുറയ്ക്കുന്നതിന് സഹായകമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ മക്കൾ വീട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലോ സമപ്രായക്കാരായ കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി അലാം കേൾക്കുന്നു. കുട്ടികളും മുതിർന്നവരും സ്വന്തം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. ആ രക്ഷപ്പെടലിനിടയിൽ പൊലിയുന്ന ജീവനുകൾ എത്രയാണ്! എത്രയോ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവരെ നഷ്ടപ്പെടുന്നവരുണ്ട്. അംഗവൈകല്യങ്ങൾ സംഭവിച്ചു പോയവർ എത്രയോ പേരുണ്ട്. ഇതൊന്നുമില്ലാതെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെങ്കിലും തരക്കേടില്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ നാം ശരിക്കും ഭാഗ്യം ചെയ്തവരാണ്. നന്ദിയോടെ ഓരോ ദിവസവും തുടങ്ങാൻ നമുക്ക് സാധിക്കട്ടെ. കഥാലോകത്തിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ, നറേറ്റർ പ്രിസ്ക ജോസഫ്. ഇന്നത്തെ കഥ ഇസ്രായേലിന്റെ ചരിത്രം. ഇസ്രായേലിന്റെ കഥ, അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ, ഒരുപാട് ദൈർഘ്യം വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ 2-3 എപ്പിസോഡിലൂടെ മാത്രമേ നമുക്കത് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയുള്ളൂ. എന്നെ കാണുന്ന, കേൾക്കുന്ന എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുരാതന കാലം മുതൽ ആധുനിക കാലഘട്ടം വരെയുള്ള ഇസ്രായേലിനെ കുറിച്ചാണ്. ആദ്യമേ പറയട്ടെ, ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇസ്രായേലിന്റെയോ പാലസ്തീനയുടെയോ കൂടെയല്ല, നിഷ്പക്ഷമായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യുദ്ധം എന്ന മഹാവിപത്ത് മാനവരാശിക്ക് സമ്മാനിക്കുന്ന ദുരന്തങ്ങൾ, വേദനകൾ, കഷ്ടതകൾ ഇവയെല്ലാം കണക്കിലെടുത്ത് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക, സമാധാന അന്തരീക്ഷത്തിനായി പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം പുരാതന ഇസ്രായേലിന്റെ ഉത്ഭവത്തെ കുറിച്ച് സംസാരിക്കാം. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരു ജനതയുടെയും ഒരു ദേശത്തിന്റെയും കഥ ഇത്രയേറെ സങ്കീർണവും നാടകീയത നിറഞ്ഞതുമായത് ഉണ്ടാവില്ല. മധ്യപൂർവ്വ ഏഷ്യയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ ലോകത്തിലെ 3 പ്രധാന മതങ്ങളുടെ ഈറ്റിലമാണ്: ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം. ഈ മണ്ണ് പ്രവാചകരുടെയും രാജാക്കന്മാരുടെയും വിപ്ലവകാരികളുടെയും കഥകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇസ്രായേലിന്റെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചരിത്രത്തിലൂടെ ഒരു യാത്ര ആരംഭിക്കുകയാണ്. പുരാതന കാലം മുതൽ ആധുനിക കാലം വരെ ദ ഇസ്രായേൽ. പുരാതന കാലത്തെ കാനാൻ ദേശം. ഈ കാനാൻ ദേശമാണ് ഇന്നത്തെ ഇസ്രായേലായി മാറുന്നത്. BC 3-ാം സഹസ്രാബ്ദം മുതൽ കാനാൻ എന്നറിയപ്പെടുന്ന ഈ ദേശം ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. ഫലഭൂയിഷ്ഠമായ ഈ നാട് വിവിധ ഗോത്രവർഗങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ആതിഥേയത്വം വഹിച്ചു. ഈജിപ്ത്, മെസൊപ്പൊട്ടാമിയ എന്നീ വൻ ശക്തികളുടെ സ്വാധീന വലയത്തിലായിരുന്നു കാനാൻ. ഒരു ബൈബിൾ ഇറയിലൂടെയാണ് ഇസ്രായേലിനെ കുറിച്ച് ലോകം അറിയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ അതിനു മുൻപ് നോഹ മുതൽ ഒരുപാട് വ്യക്തികളും ഒരുപാട് സംഭവങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരു വാമൊഴിയായി കിട്ടിയ ചരിത്രാറിവ് മാത്രമാണ്. ഒരുപാട് ഗോത്രവർഗങ്ങളിലൂടെയും പല രാജാക്കന്മാരിലൂടെയും കൈമാറിയതും പല സംസ്കാരങ്ങൾക്കും ആതിഥേയത്വം വഹിച്ചും പല സാമ്രാജ്യത്വങ്ങളുടെ അധീനതയിലൂടെയും മാറി മാറി വന്ന ഈ രാജ്യത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത്
അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ തുടങ്ങിയത് ബൈബിളിലൂടെയാണ്. അതായത് ഗോത്രപിതാക്കന്മാരായ അബ്രാഹാം മുതൽ പിന്നീട് ഇങ്ങോട്ട് ഒരു ഏകീകൃത രാജ്യം വരെയുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ജൂതമത വിശ്വാസ പ്രകാരം ഏകദേശം BC 1800ഓടെയാണ് ദൈവം അബ്രാഹത്തെ കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അവന്റെ പിൻഗാമികൾക്കും ഈ ദേശം വാഗ്ദാനം ചെയ്യപ്പെട്ടതായും പറയപ്പെടുന്നത്. ഇത് ജൂത ജനതകളുടെ ഉത്ഭവ കഥയായി കണക്കാക്കുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ പുറത്തു വന്നതിന് ശേഷം ഇസ്രായേൽ ഗോത്രങ്ങൾ കാനാനിലേക്ക് മടങ്ങിയെത്തി. ഏകദേശം BC 1000 ദാവീദ്, സോളമൻ എന്നിവരുടെ കീഴിൽ ഇസ്രായേൽ ഒരു ഏകീകൃത രാജ്യമായി മാറി. ദാവീദ് ജെറുസലേമിനെ തലസ്ഥാനമാക്കി. ദാവീദിന്റെ മകൻ സോളമൻ വിശുദ്ധ മന്ദിരം പണിതു. ഇത് ജൂതമതത്തിന്റെ ഇസ്രായേലിലെ കേന്ദ്രബിന്ദുവായി മാറി. പിന്നീട് സോളമന്റെ മരണശേഷം ഇസ്രായേലുകാർ നാട് കടത്തപ്പെടുകയാണ്. 930 രാജ്യം രണ്ടായി വിഭജിക്കുകയാണ്, വടക്ക് ഇസ്രായേലും തെക്ക് ജൂതരാജ്യവും. ഈ കാലഘട്ടത്തിൽ നിരവധി പ്രവാചകന്മാർ ദൈവത്തിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് ഇസ്രായേലുകാർ ഇന്നും വിശ്വസിക്കുന്നു. BC 722 അസീറിയക്കാർ വടക്കൻ ഇസ്രായേലിനെ കീഴടക്കുകയും അവിടുത്തെ ജനങ്ങളെ പ്രവാസികളാക്കുകയും ചെയ്യുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്വന്തം രാജ്യത്തിൽ പ്രവാസികളായി ജീവിക്കേണ്ടി വന്നവരാണ് ഇസ്രായേലുകാർ. BC 586 ബാബിലോണിയൻ സൈന്യം ജൂദയായും ജെറൂസലേമിനെയും കീഴടക്കി വിശുദ്ധ മന്ദിരം തകർത്തു കളഞ്ഞു. ബാബിലോണിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖിന്റെ ഒരു ഭാഗമാണ്. യൂതന്മാരെ ബാബിലോണിയയിലേക്ക് അടിമകളായി കൊണ്ടുപോയി. ഇത് ജൂത ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടമായിരുന്നു. ബാബിലോണിയൻ രാജാവ് തകർത്തെറിഞ്ഞ വിശുദ്ധ മന്ദിരം ജൂതന്മാരെ സംബന്ധിച്ച് അവരുടെ ആത്മീയവും മതപരവുമായ ഒരു കേന്ദ്രം, അതല്ലെങ്കിൽ അവരുടെ ഒരു വികാരം തന്നെയായിരുന്നു. പിന്നീട് ഏകദേശം 70 വർഷങ്ങൾക്ക് ശേഷം പേർഷ്യൻ സാമ്രാജ്യം ബാബിലോണിയ കീഴടക്കുകയാണ്. അതുപോലെ പേർഷ്യൻ രാജാവ് സൈറസ് ജൂതന്മാരെ വീണ്ടും ജെറുസലേമിലേക്ക് പോകാൻ അനുമതി നൽകുകയാണ്. അങ്ങനെ അവർ രണ്ടാം വിശുദ്ധ മന്ദിരം പണിയുന്നു. ഈ കാലഘട്ടമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് രണ്ടാം ദേവാലയ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. പേർഷ്യൻ ഭരണത്തിന് ശേഷം ഗ്രീക്ക് സ്വാധീനം ശക്തമായി. മഹാനായ അലക്സാണ്ടറിന്റെ മരണശേഷം ഈ പ്രദേശം സെലൂസിഡ് രാജവംശത്തിന്റെ കീഴിലായി. അവരുടെ ഹെലനിസ്റ്റിക് സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ BC 160 ബാബിലോണിയൻ കലാപത്തിന് കാരണമായി. ഈ ഹെലനിസ്റ്റിക് സംസ്കാരത്തിന്റെ കാലഘട്ടത്തിലാണ് യൂക്ലിഡ് എന്ന ശാസ്ത്രജ്ഞൻ ജോമെട്രി അഥവാ ജ്യാമിതി എന്ന ആശയം രൂപപ്പെടുത്തിയെടുത്തത്. എന്നാൽ പരമ്പരാഗതമായ തന്റെ സംസ്കാരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പുതിയ രീതിയോടും സമ്പ്രദായങ്ങളോടുമുള്ള ജനങ്ങളുടെ എതിർപ്പും അതൃപ്തിയും ജൂതന്മാരെ മെക്കാബിയൻ കലാപത്തിലേക്ക് നയിച്ചു. അതോടെ കുറച്ചു കാലത്തേക്ക് ജൂതന്മാർക്ക് ഒരു സ്വാതന്ത്ര്യവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതമുണ്ടായി. അങ്ങനെ BC 63 ആയപ്പോഴേക്കും റോമാക്കാർ ജൂതന്മാരെ ഭരിക്കാൻ തുടങ്ങുകയാണ്. ശരിക്കും ഒരുപാട് വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും യാതനകളും ജൂതന്മാർക്ക് റോമാക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ BC എന്ന കാലഘട്ടത്തിൽ നിന്ന് AD എന്ന കാലഘട്ടത്തിലേക്ക് എത്തുകയാണ് ക്രിസ്തുവിന്റെ ജനനം. ഇസ്രായേൽ ജനതയുടെ വിമോചനത്തിനായി ഒരുവൻ വരും എന്ന പ്രവചനത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വരവ്. അതോടെ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ലോകമെമ്പാടും ക്രിസ്തുമതത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. അങ്ങനെ യേശുവിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ കൽപ്പനയനുസരിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷം ലോകമെമ്പാടും പോയി യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും തുടങ്ങി. മെല്ലെ മെല്ലെ പല രാജ്യങ്ങളിലും ക്രിസ്തുമതം അടിയുറച്ച് വളർന്നു. ആ ഒരു സമയത്ത് റോമ സാമ്രാജ്യത്തിന്റെ ഒരു പ്രവിശ്യയായി ജൂത ഭരിച്ച ഹെറോദോസ് ഒരുപാട് കെട്ടിടങ്ങൾ പണിതുയർത്തു. വിശുദ്ധ ദേവാലയത്തെ കൂടുതൽ വിസ്തൃതമാക്കി മാറ്റി. എന്നിരുന്നാലും റോമൻ ഭരണത്തോടുള്ള ജൂതന്മാരുടെ അതൃപ്തി ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് പല കലാപങ്ങളിലൂടെയും ഉപരോധങ്ങളിലൂടെയും കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ടൈറ്റസിന്റെ കമാനവും മസാദയുടെ പശ്ചാത്തലവുമായിരിക്കും. ഇങ്ങനെ റോമാക്കാർ ജൂതന്മാരെ പ്രവാസികളായി കാണുന്നതിനെ ജൂതന്മാർ വളരെ അസ്വസ്ഥതയോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. AD 66 ജൂതന്മാർ റോമൻ ഭരണത്തിനെതിരെ വലിയൊരു കലാപം നടത്തി. 4 വർഷത്തോളം നീണ്ടുനിന്ന ഈ കലാപം റോമൻ ജനറൽ ടൈറ്റസിന്റെ നേതൃത്വത്തിൽ AD 70 ജെറുസലേമിന്റെ സർവനാശത്തിൽ കലാശിച്ചു. രണ്ടാം വിശുദ്ധ മന്ദിരം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. റോമാക്കാർ ജൂതന്മാരെ സിറിയ, പലസ്തീന എന്നിങ്ങനെ പുനർനാമകരണം ചെയ്തു. AD 132 സൈമൺ ബാർ കൂബ്ബയുടെ നേതൃത്വത്തിൽ മറ്റൊരു വലിയ കലാപം നടന്നു.
ഈ കലാപവും പരാജയപ്പെട്ടതോടെ റോമക്കാർ ജൂതന്മാരെ ശരിക്കും ഒരു അടിമത്ത ജനതകൾ, അതായത് അക്ഷരാർത്ഥത്തിൽ അടിമകളാക്കി മാറ്റി. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ കച്ചവടാവശ്യങ്ങൾക്കായി നമ്മുടെ നാട്ടിലെത്തിയ വിദേശ ശക്തികൾ പിന്നീട് എങ്ങനെയാണോ നമ്മളെ കണ്ടിരുന്നത്, അതിന് സമാനമായ ഒരു അവസ്ഥയിലായിരുന്നു അവിടെ ജൂതന്മാർ. അങ്ങനെ സ്വന്തം രാജ്യത്തിൽ പ്രവാസികളായും പിന്നീട് അടിമകളായും ജീവിക്കേണ്ടി വന്ന ജൂതന്മാർ യഥാർത്ഥത്തിലുള്ള പ്രവാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ മറ്റ് പല രാജ്യങ്ങളിലേക്കും പ്രവാസികളായി ചേക്കേറാൻ തുടങ്ങി. അവർ മെച്ചപ്പെട്ട കൂടുതൽ സമാധാനപരമായ ജീവിതം നയിക്കാനായി പലായനം ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ സ്വന്തമായ ആ വാഗ്ദത്ത ഭൂമി എന്ന വികാരം, അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു മലയാളിയായ നാം ലോകത്തെ ഏത് കോണിൽ എത്തിപ്പെട്ടാലും അടിസ്ഥാനപരമായി മലയാളത്തിനോടും കേരളത്തിനോടുമുള്ള ആ ഒരു വികാരം നമ്മളിൽ പലരും അനുഭവിച്ചവരുണ്ടാകും, അനുഭവിക്കുന്നവരും ഉണ്ടാകും. എന്തായാലും അതിനേക്കാൾ വലുതായിരുന്നു വാഗ്ദത്ത ഭൂമി തിരിച്ചു പിടിക്കണമെന്ന ജൂതന്മാരുടെ സ്വപ്നം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ റോമൻ സാമ്രാജ്യത്തിന്റെ വിഭജനത്തിന് ശേഷം കിഴക്കൻ സാമ്രാജ്യമായ ബൈസന്റൈൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു ജൂതന്മാർ ഉൾപ്പെട്ടത്. അങ്ങനെ ക്രിസ്തുമതം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം 7-ാം നൂറ്റാണ്ടോടെ ഇസ്ലാം മതവും വളർന്നുകൊണ്ടിരിക്കുന്നു. അറബ് രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നത് ഖലീഫ എന്നാണ്. പിന്നീട് ഖലീഫമാർ ഈ പ്രദേശങ്ങൾ കീഴടക്കി. തുടർന്ന് നൂറ്റാണ്ടുകളോളം ഖലീഫമാരുടെ അധീനതയിലായിരുന്നു ആ പ്രദേശങ്ങൾ. അതിനുശേഷം 11-12 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിന്നുള്ള കുരിശുദ്ധക്കാർ വിശുദ്ധ ലോകം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ വളരെ കുറച്ചു കാലം മാത്രമേ അവർക്ക് അവിടെ തുടരാൻ സാധിച്ചുള്ളൂ. സലാഹുസുദ്ദീൻ അയ്യൂബ് ഈജിപ്തിലെ മാലൂക്കിന്റെ കീഴിലായി പിന്നീട് ഈ പ്രദേശം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓട്ടോമൻ ഭരണമാണ്. കാരണം വളരെ സങ്കീർണമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കുറച്ചു കാര്യങ്ങൾ മാത്രമേ നാം ഇന്ന് സംസാരിക്കുന്നുള്ളൂ. അങ്ങനെ 1517 ഓട്ടോമൻ സാമ്രാജ്യം ഈ പ്രദേശങ്ങൾ കീഴടക്കുകയാണ്. നമുക്കറിയാം, ഒരു ഇസ്ലാം മത വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സാമ്രാജ്യമാണ് ഓട്ടോമൻ സാമ്രാജ്യം. ഏകദേശം 400 വർഷത്തോളം ഓട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു ഇസ്രായേൽ. ഈ കാലയളവിൽ യൂറോപ്പിൽ ജൂതന്മാർക്കെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അതേസമയം ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ജൂത സമൂഹം മറ്റെന്തിനേക്കാളും തങ്ങളുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അവർക്ക് അവരുടെ അമ്മയെ പോലെ അത്ര പ്രിയപ്പെട്ടതായിരുന്നു അവരുടെ സംസ്കാരവും വിശ്വാസങ്ങളും. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കമായപ്പോഴേക്കും ഓട്ടോമൻ സാമ്രാജ്യം ദുർബലമാകുകയും യൂറോപ്യൻ ശക്തികൾ മധ്യപൂർവ്വ ഏഷ്യയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. അങ്ങനെ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജൂതന്മാർക്കെതിരെ വർദ്ധിച്ചു വന്ന വിവേചനങ്ങളും പീഡനങ്ങളും പ്രത്യേകിച്ച് റഷ്യയിൽ ജൂത ദേശീയത എന്ന ആശയത്തിന് തുടക്കമിട്ടു. ഈ ആശയത്തെയാണ് സയനിസം എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് പറയുന്നതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തിയോഡർ ഹെർസൽ എന്ന ഓസ്ട്രിയൻ പത്രപ്രവർത്തകൻ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു. 1897 സ്വിറ്റ്സർലൻഡിലെ ബസാലിയിൽ നടന്ന 1-ാം സയനിസ്റ്റ് കോൺഗ്രസിൽ അദ്ദേഹം ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഇത് ലോകമെമ്പാടുമുള്ള ജൂതന്മാർക്ക് വലിയ പ്രതീക്ഷകൾ നൽകി. തിരിച്ച് പലസ്തീനയിലേക്ക് ജൂതന്മാർ കുടിയേറാൻ തുടങ്ങി. അവർ കൃഷി ചെയ്യാൻ ഭൂമികൾ വാങ്ങിക്കൂട്ടി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 1-ാം ലോകമഹായുദ്ധവും ബ്രിട്ടീഷ് അധിനിവേശവുമാണ്. 1-ാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം തീർത്തും നിലംപരിശായി. ബ്രിട്ടീഷ് മധ്യപൂർവ്വ ഏഷ്യയിലെ പല പ്രദേശങ്ങളും തങ്ങളുടെ അധീനതയിലാക്കി. 1917 ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ബെൽഫോർ പ്രഖ്യാപനം എന്ന പേരിൽ ഒരു പ്രസ്താവന പുറത്തിറക്കി. ഇത് പലസ്തീനിൽ ജൂതന്മാർക്ക് വേണ്ടി ഒരു ദേശീയ ഭവനം സ്ഥാപിക്കുന്നതിന് പിന്തുണച്ചു. ഇത് അവർക്കൊരു ആശ്വാസമായി. അവർക്ക് കൂടുതൽ പ്രതീക്ഷകൾ നൽകി. എങ്കിലും ഈ പ്രദേശത്തെ അറബ് ജനതകൾക്ക് അത് വലിയ ആശങ്കകൾക്ക് കാരണമായി. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് പാലസ്തീന്റെ ഭരണം ബ്രിട്ടീഷ് മാൻഡേറ്റിന് കീഴിലാക്കി. ഈ കാലഘട്ടത്തിൽ ജൂത കുടിയേറ്റം വർദ്ധിക്കുകയും അറബ് ജൂത സംഘർഷങ്ങൾ പതിവാകുകയും ചെയ്തു. തുടക്കത്തിൽ അറബികൾക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ കുടിയേറി പാർക്കുന്ന ഇവർ തങ്ങളുടെ രാജ്യം സ്വന്തമാക്കുമോ എന്ന ഭയം അവരെ വേട്ടയാടാൻ തുടങ്ങി. തുടർന്ന് 2-ാം ലോക മഹായുദ്ധം, ഹോളോകോസ്റ്റും UN വിഭജന പദ്ധതിയും നടക്കുന്ന കാലഘട്ടം. നാസികൾ അഥവാ ജർമ്മൻകാർ ഏകദേശം 6 ദശലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയെന്ന് നമുക്കറിയാം.
ആ ഒരു സമയത്ത് ഹിറ്റ്ലർ നടത്തിയ ക്രൂര വിനോദങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ വംശഹത്യ ജൂതന്മാർക്ക് ഒരു സുരക്ഷിത ഭവനത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി. യുദ്ധത്തിന് ശേഷം പലസ്തീനിൽ യൂതന്മാരുടെ കുടിയേറ്റം വളരെയധികം കൂടി. ബ്രിട്ടന് ഭരണം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ വിഷയം ഐക്യരാഷ്ട്രസഭയ്ക്ക് വിട്ടു. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം 1947 നവംബർ 29 ഐക്യരാഷ്ട്രസഭ പലസ്തീനെ ജൂതരാഷ്ട്രവും അറബ് രാഷ്ട്രവുമായി വിഭജിക്കാൻ തീരുമാനിച്ചു. ഈ പദ്ധതി ജൂതന്മാർ സ്വാഗതം ചെയ്തപ്പോൾ അറബികൾ ഇത് സ്വീകരിച്ചില്ല. അറബികൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഇതെങ്ങനെ സാധിക്കും? ഞങ്ങളുടെ രാജ്യമാണ്, ജൂതന്മാർ ഇവിടെ വന്ന് താമസിക്കുന്നു എന്നത് സത്യമാണ്, ഇതൊരിക്കലും അവരുടെ രാഷ്ട്രമായി അംഗീകരിക്കാൻ ഞങ്ങൾക്കാവില്ല. ഈ നിലപാടിൽ അവർ ഉറച്ചു നിന്നു. തുടർന്ന് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സ്ഥാപനം 1948 യുദ്ധവുമാണ് ഇനി നമ്മൾ കാണുന്നത്. 1948 മെയ് 14 ബ്രിട്ടീഷ് മാൻഡേറ്റ് അവസാനിച്ചപ്പോൾ ഡേവിഡ് ബെൻ ഗൂറിയോൺ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലെബനൻ, ഇറാഖ് എന്നീ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ യുദ്ധം സ്വതന്ത്ര യുദ്ധമായി ഇസ്രായേലികൾ കണ്ടപ്പോൾ ദുരന്തമായാണ് പാലസ്തീനികൾ കണ്ടത്. ആയിരക്കണക്കിന് പലസ്തീനികൾക്ക് അവരുടെ വീടും സ്വത്തും നഷ്ടപ്പെട്ടു. തുടർന്ന് 1948 ശേഷം ഇസ്രായേൽ നിരവധി യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 1956 സൂയസ് പ്രതിസന്ധി നമുക്കെല്ലാവർക്കും അറിയാം. 1967 6 ദിന യുദ്ധം, 1973 യോം കിപ്പൂർ യുദ്ധം, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി യുദ്ധങ്ങളും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. 1967 യുദ്ധത്തിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ്, കിഴക്കൻ ജെറുസലേം, ഗോലാൻ കുന്നുകൾ, സീനായ് പെനിൻസുല ഇവയെല്ലാം പിടിച്ചെടുത്തു. ഇത് സംഘർഷങ്ങൾക്ക് പുതിയ കാരണങ്ങളായി മാറി. ഈ പ്രദേശങ്ങളിലെ പലസ്തീൻ ജനത ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി. കാമ്പ് ഡേവിഡ് കരാർ, അൻവർ സാദാത്ത്, ഉസോം ഉടമ്പടി, പാലസ്തീൻ നേതാവ് യാസർ അറാഫത്ത് ഇവയെല്ലാം ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വ്യവസായങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഒരുപാട് വളർന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ഈ സംഘർഷങ്ങൾക്കിടയിലും സമാധാന ശ്രമങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. 1979 ഈജിപ്തും ഇസ്രായേലും തമ്മിൽ കാമ്പ് ഡേവിഡ് കരാർ ഒപ്പുവെച്ചു. 1990കളിൽ പാലസ്തീൻ വിമോചന സംഘടനയുമായി ഓസ്ലോ ഉടമ്പടി ഒപ്പുവെച്ചു. ഇത് പാലസ്തീൻ അതോറിറ്റിക്ക് രൂപം നൽകി. എന്നാൽ ഈ സമാധാന ശ്രമങ്ങൾ പൂർണ്ണ വിജയം കണ്ടെത്തിയില്ല. ഇന്ന് ഇസ്രായേൽ ഒരു ചലനാത്മകവും സാങ്കേതികവുമായി പുരോഗമിച്ച രാജ്യമാണ്. എന്നിരുന്നാലും പലസ്തീൻ ജനതയുമായുള്ള സംഘർഷങ്ങൾ ഇന്നും ഒരു പ്രധാന വിഷയമായി നിലനിൽക്കുകയാണ്. ഈ സംഘർഷങ്ങൾക്ക് ഒരു നീതിയുക്തമായ പരിഹാരം ലോകം മുഴുവൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. നമുക്കും കാത്തിരിക്കാം. ഇസ്രായേലിന്റെ ചരിത്രം പ്രതിരോധത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. മതപരമായ പ്രാധാന്യം, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്നിവയെല്ലാം ഈ പ്രദേശത്തെ ലോകം ഉറ്റുനോക്കാൻ ഇടയാക്കുന്നു. പുരാതന കാലം മുതൽ ഈ ദേശം വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആതിഥേയത്വം വഹിച്ചു. ഭാവിയിൽ ഇവിടെ സമാധാനം സൃഷ്ടിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. ലോക ജനതകളുടെ ഒരു പ്രതീക്ഷ കൂടിയാണത്. ഇനി അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലുകാർ അല്ലെങ്കിൽ ഇന്നത്തെ ജൂതന്മാർക്ക് ഇസ്രായേൽ ഒരു വികാരമായി തീർന്നത് എങ്ങനെയെന്നാണ്. പിന്നീട് മൂന്നാം ഭാഗത്തിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ നേർക്കാഴ്ചകൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. Until next time, stay curious, stay inspired, stay tuned. Thank you.